ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഈസി ആയിട്ടൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഞാനിന്ന് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം നമുക്കെന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ബാ, ഒരു കിലോ ചിക്കനാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ എടുത്തേക്കുന്നത്. 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, 2 മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഇത്രയാണ് എടുത്തേക്കണത്. ഈ ചിക്കനിൽ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ചിക്കൻ ഈ മസാലയൊക്കെ പരത്തിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്താലും നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഒരു 5 വെളുത്തുള്ളിയും ആണ് എടുത്തേക്കുന്നത്. ഇവിടെ ഞാൻ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അളവെന്ന് വെച്ചാൽ അതേപോലെ എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ ഒരു 4 പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസ് സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, നീളത്തിലരിഞ്ഞത് കേട്ടോ. അതും ഇട്ടിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കത് വഴറ്റിയെടുക്കണം. എന്നാലേ ഇതിന് ടേസ്റ്റ് കൂടുള്ളൂ. ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വഴണ്ടി വരും. അപ്പോൾ അതുവരെ നന്നായിട്ട് സവാള ഒരു ബ്രൗൺ കളർ, ഒരുപാട് ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് കളർ വരെ ആവുന്ന വരെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ, ചെറിയ സ്പൂണിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് കഴിച്ച് കൊടുക്കാം. കണ്ട ഈ ഒരു പരുവം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് വഴച്ചതിന് ശേഷം 2 സ്പൂൺ, 2 ചെറിയ സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ചതച്ച മുളകും കൂടി ചേർക്കണം. ഈ സ്പൂൺ എന്ന് പറയുന്നത് ഞാനൊന്നും കൂടി ഉറപ്പിക്കണം, ആ ചെറിയ സ്പൂണാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഈ പച്ചമണം പോണവരെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ആ ചൂടുവെള്ളം ഒന്ന് സെറ്റ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി
ഈ മസാലയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ തക്കാളി ഒന്ന് ഉടയണ വരെ ഒന്ന് നമ്മൾ മൂടി വെച്ചൊന്ന് വേവിക്കണം. വേറെ വെള്ളമൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യരുത്. ആ മസാലയിൽ ഇരുന്നതിനെ തക്കാളി നന്നായിട്ട് ഉടയണം. അതുവരെ നമ്മൾ മൂടി വെച്ച് വേവിക്കുക. കണ്ട, ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നു. ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമ്മൾ 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് കുറച്ച് നേരം മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിയുമ്പോൾ ഈ ചിക്കനിലെ വെള്ളം താനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം കുറേ ഒന്ന് ആഡ് ചെയ്യേണ്ട. ഒരു 1/4 ഗ്ലാസ്സോളം കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുക. മൊത്തം 1/2 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഈ ചിക്കനിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ നന്നായി കുറുകി വെന്ത് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അവിടെ വെക്കുമ്പോഴേക്കും കുറച്ച് നേരം അവിടെ മൂടി വെച്ച് വരുമ്പോഴേക്കും അതൊന്ന് ഇരുന്ന് സെറ്റാതെ കണ്ടില്ലേ, ഇരുന്ന് സെറ്റായി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ ബൈ.